കൂണ് നോക്കാം. ഇങ്ങനെ കുരുകുരാന്ന് ചോട്ടിക്കളല്ല വെച്ചു ഇങ്ങനെ ഉണ്ടായി നിൽക്കും. നമ്മളിത് നുള്ളി എടുത്തിട്ട് ഇതിൻ്റെ മണ്ണിൻ്റെ ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ടാണ് നമ്മളിത് എടുക്കുന്നത്. നല്ല ടേസ്റ്റാണ് ഇത് തോരൻ വെക്കാൻ. അപ്പം നമുക്കിതെല്ലാം ഒന്ന് വൃത്തിയാക്കി പറിച്ചെടുക്കാം. ഇത് കൂണ് ഇഷ്ടമുള്ള എന്നെ പോലെ പിള്ളേരാണെങ്കിൽ ഇങ്ങനെ തപ്പി കിടക്കും. എനിക്കിഷ്ടമല്ലേ കൂണ? നമുക്ക് നാച്ചുറലായിട്ട് കിട്ടുന്ന കൂണല്ലേ. അതിനുണ്ടോ ഞാൻ അരിക്കൂണെന്ന് പറയുന്നത്. കൂണും പല ടൈപ്പുണ്ട്. വലിയ കൂണ്, ഒത്തിരി ഉണ്ടാകുന്ന വലിയ കൂണുണ്ട്. അതാണെങ്കിൽ എന്തോ അതിൻ്റെ പേര് പറയേ ഞാനങ്ങ് മറന്നുപോയി. എന്തോ പെരുന്തണ്ട്, മഴത്തണ്ട്, മാമലച്ചിക്കൂണ്. ഇത്രയും കഷ്ടപ്പെടുന്നേ. ഇത് പറയടാ വേണ്ട, ഇത് ഇച്ചിരി വലുതാ. നമ്മൾ പറിച്ച് കഴുകിയെടുത്ത് കൊണ്ടുവന്ന അരിക്കൂണാണിത്. ഇത് ഏകദേശം ഒരു അരമണിക്കൂറോളം ഉപ്പും മഞ്ഞളും കൊണ്ടുള്ള വെള്ളത്തിലിട്ട് വെച്ച് കഴുകിയെടുക്കണം. കാരണം അരിക്കൂണാകുമ്പോൾ നന്നായിട്ട് മണ്ണൊക്കെ കാണും. നന്നായിട്ട് കഴുകി ഒരു 3-4 വട്ടമെങ്കിലും കുറഞ്ഞത് കഴുകി നമ്മൾ വെള്ളം പിഴിഞ്ഞെടുക്കണം. അങ്ങനെ എടുത്തുകൊണ്ട് വന്നാണ് ഇത്. നമുക്കതിന് ഇത് അടുപ്പിൽ വെക്കുന്നതിന് മുന്നേ അതിനുള്ള അരപ്പ് കൂടി തയ്യാറാക്കണം. അങ്ങനെ അരപ്പ് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ നല്ല വിളഞ്ഞ് ഒരു മുറി തേങ്ങ തിരുമ്മി എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിരിക്കുന്നത് പറയുന്നത് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ഇറച്ചിക്കൂട്ട് മസാലയും കൂടെയാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ടൊന്ന് ചതച്ച് കൊണ്ടുവരാം. അടുപ്പ് കത്തിച്ച് നമ്മൾ അതിലേക്കൊരു ചീനിച്ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. ചീനിച്ചട്ടി ചൂടായി വരുന്നുണ്ട്. അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരിയും കടുകും കൂടെ ഇട്ട് കൊടുക്കാൻ പോകണം. അപ്പോൾ അരിയൊക്കെ നന്നായി മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ 2 കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാൻ പോകണം. അതിനുശേഷം നമ്മൾ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന കൂണ് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കും. നമ്മൾ വെക്കാൻ പോകുന്ന കൂണ് തോരനാണ്. ഇനി ഞാനൊരു 4 സവാളയും ഒരു 5 പച്ചമുളകും കൂടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതുകൂടി അതിലേക്ക് കൊടുക്കാൻ പോകാം. അതിന് ശേഷം അരച്ചിട്ടിരിക്കുന്ന അരപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കും. നമ്മൾ ആദ്യമേ ഉപ്പിട്ടാണ് പിഴിഞ്ഞെടുത്തത്. അതുകൊണ്ട് നമുക്ക് സ്വല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുത്താൽ മതി. ഉപ്പ് നമ്മൾ ഏറ്റവും ലാസ്റ്റ് ഉപ്പ് നോക്കിയിട്ട് ഇട്ട് കൊടുത്താലും മതി.
അതിനുശേഷം ഒന്ന് നന്നായിട്ടൊന്ന് അടച്ചു കൊടുക്കുക. നമുക്കൊന്ന് ഇളക്കി അടച്ചു കൊടുക്കുക. മഴ ചേർത്ത് തുടങ്ങി. ഇതൊന്ന് എടുക്കാം. നന്നായിട്ട് മഴയും പെയ്ത് വരുന്നുണ്ട്. അപ്പം മഴയ്ക്ക് മുന്നേ ഇതൊന്ന് സക്സസ് ആക്കിക്കൊണ്ട് പോകണം വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ലെന്ന് തോന്നുന്നു. വീണും മഴ. റെഡി ആയിട്ടുണ്ട്. അവർക്ക് നന്നായിട്ട് മഴയും പെയ്യുന്നുണ്ട്. നമുക്കിപ്പോൾ ഇത് വാങ്ങി വെക്കാം.